നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെൻസുറേഷൻ 2D ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് കംപ്ലീറ്റ് തീർത്തു. എന്നിട്ട് ട്രയാങ്കിൾ തുടങ്ങിയായിരുന്നു. ട്രയാങ്കിൾസിൽ നമ്മൾ സ്കെലീൻ ട്രയാങ്കിളിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിൽ ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ ഇന്ന് ഐസോസിലസ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഈ ഡയഗ്രം നോക്ക്. ഇതിൽ ട്രയാങ്കിൾ എ ബി സിയുടെ എ ബി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. ബി സി എന്ന് പറയുന്ന സൈഡ് വേറെ ഒരു അളവാണ്. അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. രണ്ടും സെയിം ആംഗിൾ ആണ്. പക്ഷെ ആംഗിൾ എ വേറെ ഒരു ആംഗിളാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും രണ്ട് ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ബി ബൈ 4 റൂട്ട് 4a² മൈനസ് b² എന്ന് ചെയ്താൽ മതി. ബി എന്ന് പറയുന്നത് ഈ ഈക്വൽ അല്ലാത്ത സൈഡ്, എ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള സൈഡ്. ഓക്കെ, ഇനി ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് ഈക്വൽ സൈഡ് ഉണ്ട്, പിന്നെ ഈക്വൽ അല്ലാത്ത ഒരു സൈഡ് ഉണ്ട്. സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2a പ്ലസ് ബി ആയിരിക്കും. ഇനി ഞാൻ ട്രയാങ്കിൾ എ ബി സിയുടെ ബി സി എന്ന് പറയുന്ന സൈഡിലോട്ട്, അതായത് അതിന്റെ ബേസിലോട്ട് ബി സിയുടെ ഓപ്പോസിറ്റ് വേർട്ടക്സിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ലൈനെ ഞാൻ എ ഒ എന്ന് പേരിട്ടു. ഈ എ ഒ എന്ന് പറയുന്ന ലൈൻ ബി സി എന്ന് പറയുന്ന സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ബി ഒയും ഒ സിയും ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല എ ഒ എന്ന് പറയുന്ന ലൈൻ ആംഗിൾ എയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും സൈഡും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം ഇതാണ് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് 4a² മൈനസ് b² ബൈ 2. ഓക്കെ, ഇനി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടിയാണെങ്കിലോ? എന്താണ് ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആറില് പി ക്യു എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. പി ആർ എന്ന് പറയുന്ന സൈഡ്, അതിന്റെ ഹൈപ്പോട്ടേനിയസ് വേറെ ഒരു അളവാണ്. ആംഗിൾ ക്യൂ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ക്യൂ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പിയും ആംഗിൾ ആറും എന്തായിരിക്കും? ആംഗിൾ ക്യൂ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പിയും ആംഗിൾ ആറും 45 ഡിഗ്രി വീതം ആയിരിക്കും. കാരണം ട്രയാങ്കിളിന്റെ ഇന്റേണൽ ആംഗിളിന്റെ സം 180 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും 45 ഡിഗ്രി വരണം, എങ്കിലേ ഇത് ടോട്ടൽ 180 ഡിഗ്രി വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2a² ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഹൈപ്പോട്ടേനിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ ഹൈപ്പോട്ടേനിയസ് കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് 2a എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, the base and the same sides of an isosceles triangle is 10 cm and 13 cm respectively. Find its area and perimeter. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ബേസും ബാക്കി രണ്ട് സെയിം സൈഡ്സും 10 സെന്റിമീറ്റർ ആൻഡ് 13 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം, ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമുക്ക് ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. b/4 റൂട്ട് 4a² മൈനസ് b². ബി എന്ന് പറയുന്നത് 10 ആണ്. അപ്പം 10/4
4 into a square 13ന്റെ സ്ക്വയർ 169 മൈനസ് ബി സ്ക്വയർ 10ന്റെ സ്ക്വയർ 100. ഓക്കെ, അപ്പം 169 ഇൻറ്റു 4 169 ഇൻറ്റു 4 556 മൈനസ് 100 5 4. ഓക്കെ, അപ്പം 10/4 റൂട്ട് 456 എന്ന് വരും. റൂട്ട് 456 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 10/4 ഇൻറ്റു 24 ആണ്. ഓക്കെ, അപ്പം കട്ട് ചെയ്യാം. 6 ഏരിയ 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ 60 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2a + b ആണ്. അതായത് 2 ഇൻറ്റു a 13 പ്ലസ് b 10. ഓക്കെ, 13 ഇൻറ്റു 2 26 പ്ലസ് 10 36 സെന്റിമീറ്റർ ആണ് അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √4a² മൈനസ് b²/2 ആണ്. 4a² മൈനസ് b² എന്ന് പറയുന്നത് 24 ആണ്, നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ 24/2 12 സെന്റിമീറ്റർ ആണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, a plot of land is in the shape of a right angled isosceles triangle. The length of hypotenuse is 50√2 meter. The cost of fencing is ₹3 per square meter. Find the total cost of fencing the plot. Okay, അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് ഉണ്ട്. അതിന്റെ ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത് 50√2 മീറ്റർ ആണ്. റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടേനിയസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? √2a. ആ √2a ആണ് 50√2 മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു സൈഡ് കണ്ടുപിടിക്കാം. 50√2 ഡിവൈഡഡ് ബൈ √2. ഈ √2 തമ്മിൽ കട്ട് ചെയ്ത് പോകും. അപ്പം ഒരു സൈഡ് 50 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഈ പ്ലോട്ടിന് ചുറ്റും ഫെൻസിങ് ചെയ്യണം. അപ്പം ഒരു സ്ക്വയർ മീറ്ററിന് 3 രൂപയാണ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ത് കോസ്റ്റ് വരും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സൈഡ് കിട്ടി. ഏരിയ കണ്ടുപിടിക്കാൻ 1/2a² എന്ന് ചെയ്താൽ മതി. അതായത് 1/2 ഇൻറ്റു 50 ഇൻറ്റു 50 25 5 25 12 1250 മീറ്റർ സ്ക്വയർ എന്ന് ഇതിന്റെ ഏരിയ കിട്ടും. അപ്പം ഇത്രയും ഏരിയ നമുക്ക് ഫെൻസിങ് ചെയ്യണം. 1 മീറ്റർ സ്ക്വയറിന് 3 രൂപയാണ് കോസ്റ്റ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്രയാ? 1250 ഇൻറ്റു 3 0 3750 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, the hypotenuse of a right angle isosceles triangle is 5 cm. Its area will be. Okay, അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഹൈപ്പോട്ടേനിയസ് 5 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ √2a ആണ് 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് a കണ്ടുപിടിക്കാൻ അറിയാം. 5 ഡിവൈഡഡ് ബൈ √2. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് 1/2a² എന്താണെന്ന് കണ്ടുപിടിക്കണം. 1/2 ഇൻറ്റു 5² 25 √2ന്റെ സ്ക്വയർ 2. അപ്പൊ എന്ത് കിട്ടും? 6.25 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, a right angled isosceles triangle is inscribed in a semicircle of radius 7 cm. The area enclosed by the semicircle but exterior to the triangle is. Okay, അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സെമി സർക്കിൾ ഉണ്ട്. ആ സെമി സർക്കിളിന്റെ അകത്തായിട്ട് ഒരു റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്.
ഈ സെമി സർക്കിളിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടുന്നത് ഈ സെമി സർക്കിളിൽ ട്രയാങ്കിൾ ഉൾപ്പെടാതെ കിടക്കുന്ന ഇത്രയും പോർഷൻ ഇല്ലേ, ഇതിന്റെ ഏരിയ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കണം. അപ്പൊ നമുക്ക് ഇത്രയും പോർഷന്റെ ഏരിയ കിട്ടും. അപ്പോ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇവിടെ മുതൽ ഇവിടെയും 7 സെന്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് എന്താണെന്ന് കിട്ടി. അത് 14 സെന്റിമീറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ √2a ആണ് 14 സെന്റിമീറ്റർ. അപ്പം a എന്തായിരിക്കും? 14 ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. 1/2a സ്ക്വയർ, അതായത് 1/2 ഇൻറ്റു 14 ഇൻറ്റു 14/2 7 49 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? πr²/2. പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് 7 സെന്റിമീറ്റർ, 7 ഇൻറ്റു 7/2. ഓക്കെ, 7ഉം 7ഉം കട്ട് ചെയ്യാം, 22ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. അപ്പം 77 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് സെമി സർക്കിളിന്റെ ഏരിയ കിട്ടും. അപ്പം 77 മൈനസ് 49. ഓക്കെ, 28 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സർക്കിളില് ട്രയാങ്കിൾ ഉൾപ്പെടാതെ കിടക്കുന്ന ഇത്രയും പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിളിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.